എറണാകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസിൽ ഭക്ഷ്യപൊതുവിതരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ് മാധ്യമപ്രവർത്തകരുമായി സംവദിച്ചു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ വാർത്താ സമ്മേളനമായിരുന്നു എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നത്. ശ്രീ അനൂപ് ജേക്കബാണ് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ ഏറ്റവും നിർണായകമായ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്ന ഒരു ഇതിന് കാവലാളായിട്ടുള്ള വകുപ്പാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ്. നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്തുകയും അതോടൊപ്പം തന്നെ നെൽകൃഷി അടക്കം ഉള്ള കൃഷികളെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണുള്ളത്. നിലവിൽ യുദ്ധ സാഹചര്യങ്ങളിൽ വിലക്കയറ്റം ഒരു വശത്തുകൂടി പിടിച്ചു നിർത്താനാവാതെ ഉയർന്നു വരികയും നെൽകൃഷിയിലാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബാങ്കുകളിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിലും ഉണ്ടായ താമസങ്ങളടക്കമുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് കർഷകർ രണ്ടാം കൃഷി ഇറക്കാൻ വേണ്ടി പാലക്കാടും കുട്ടനാട്ടും എല്ലാം മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ മറികടക്കുകയും അതോടൊപ്പം അവശ്യ സാധനങ്ങൾ ഓണം അടുത്തു വരുന്നു. അപ്പോൾ അവശ്യ സാധനങ്ങൾ വില പിടിച്ചു നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ഒരു ആശ്വാസം നൽകുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ഇതാദ്യമായല്ല ഈ വകുപ്പ് ശ്രീ അനൂപ് ജേക്കബ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗഹനമായ കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യം അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയും. അതിനുശേഷം നമുക്ക് അദ്ദേഹവുമായി സംവദിക്കാം. അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും എറണാകുളം പ്രസ് ക്ലബിന്റെ പേരിലും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ശ്രീ അനൂപ് ജേക്കബിലേക്ക്. ഇങ്ങനൊരു മീറ്റ് ദി പ്രസിൽ വരാൻ കഴിഞ്ഞതിലേറെ സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ എറണാകുളം പ്രസ് ക്ലബ്ബിൽ 2012 ഇതിനു മുമ്പ് ഇങ്ങനെ മീറ്റ് ദി പ്രസിൽ ഞാൻ പങ്കെടുത്തതാണ്. പിന്നീട് പത്രസമ്മേളനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു പരിപാടി എന്ന നിലയിൽ വീണ്ടും വരാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. തീർച്ചയായും ഇങ്ങനെ വേദി ഒരുക്കിയതിൽ പ്രസ് ക്ലബ്ബ് ഭാരവാഹികളോടുമൊക്കെയുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിൽ വന്നിരിക്കുന്ന ചുമതലയേറ്റിരിക്കുന്ന ഒരു അവസരത്തിലാണ് നിൽക്കുന്നത്. ഗവൺമെന്റിന്റെ ആദ്യത്തെ വിവിധ ഇനിഷ്യൽ പദ്ധതികളൊക്കെയായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ 10 വർഷത്തെ ഇടത് സർക്കാരിനെതിരെയുള്ള ഒരു ജനവികാരത്തിന്റെ വലിയ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയുഗ യാത്ര മുതൽ ഈ ഒരു വിഷയം വളരെ ആധികാരികമായി തന്നെ ഞങ്ങൾ മുമ്പോട്ട് വെച്ചത്. ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അവസരത്തിൽ തന്നെ 100-ൽ പരം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറയാനുണ്ടായതും ആ ഒരു ജനവികാരം വളരെ വളരെ വലുതാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പൊ ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നത് ആ കേരള യാത്രയിൽ തന്നെ, പുതിയുഗ യാത്രയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒന്നാണ്. അത് എല്ലാ തലത്തിലും അതവിടെ പ്രതിഫലിച്ചു. ഗവൺമെന്റിന്റെ പല പോളിസികളും പല നയങ്ങളും ഒരു ഭരണവിരുദ്ധ വികാരം എല്ലാ തലങ്ങളിലും കാണാൻ കഴിഞ്ഞു എന്നതും UDFന്റെ കെട്ടുറപ്പായ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ഒരു അംഗീകാരമായിട്ടും ഈ വിജയത്തെ ഞങ്ങൾ കാണുകയാണ്. UDFന്റെ ഒരു ടീം UDFന്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ ലഭിച്ച വലിയ അംഗീകാരമാണ്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അത് അതിന്റെ പൂർണ്ണതയിൽ ഏറ്റെടുത്ത് ഞങ്ങളത് മുമ്പോട്ട് കൊണ്ടുപോകും. മുമ്പോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ച ഓരോ കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുക എന്നതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. തീർച്ചയായിട്ടും വെല്ലുവിളികൾ ധാരാളമുണ്ട്, ഒട്ടനവധി വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എറണാകുളത്ത് സംസാരിക്കുമ്പോൾ ഈ ജില്ലയിലെ പിറവം നിയോജകമണ്ഡലത്തില് എനിക്ക് വിജയിക്കാൻ കഴിയുമ്പോഴും അവിടെയും പിറവത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടുള്ള നന്ദിയും കൂടി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. വലിയ ഭൂരിപക്ഷമാണ് പിറവത്ത് എനിക്ക് ലഭിച്ചത്. 44,681 വോട്ടിന്റെ ലീഡാണ് എനിക്ക് പിറവത്ത് ലഭിച്ചത്. അത് തീർച്ചയായിട്ടും ജനങ്ങൾ അർപ്പിച്ച ഒരു വിശ്വാസമാണ്. അതെന്റെ വ്യക്തിപരമായ വിജയം മാത്രമല്ല, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ ടീം UDFന്റെ വിജയമാണ്. ജനങ്ങളുടെ വിജയമായിട്ട് തന്നെയാണ് എന്റെ വിജയവും UDFന്റെ ആകെ മൊത്ത വിജയം കേരളത്തിൽ 102 സീറ്റിന്റെ വിജയത്തെയും നോക്കിക്കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാര്യങ്ങൾ മുന്നിലുണ്ട്. അതാണ് ഞാൻ വെല്ലുവിളി എന്ന നിലയിൽ സൂചിപ്പിച്ചത്. ആ വെല്ലുവിളികളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പൊ വൈറ്റ് പേപ്പർ ഇറക്കിയപ്പോൾ തന്നെ കേരളത്തിലെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച് ഒരു രൂപം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു.
എനിക്ക് ചുമതല തന്നിരിക്കുന്ന ഭക്ഷ്യവകുപ്പാണ്. ഭക്ഷ്യവകുപ്പിലും ഏകദേശം 3000 കോടിക്ക് അടുത്തുള്ള ബാധ്യത പല ഇനങ്ങളിലായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ പ്രതിപാദിച്ചതുപോലെ പൊതുവിതരണത്തെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയും മറ്റ് പ്രശ്നങ്ങളും ഒന്നും അത് ബാധിക്കാത്ത നിലയിൽ കൊണ്ടുപോവുക എന്ന ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഒരു ക്ഷേമ പ്രവർത്തനങ്ങളും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി മുടങ്ങരുത് എന്ന നിർബന്ധം തീർച്ചയായിട്ടും ഗവൺമെന്റിനുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് വളരെ പെർട്ടിക്കുലറായിട്ട് ഞങ്ങൾ അക്കാര്യത്തിൽ ശ്രദ്ധിക്കും. ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു വരുമ്പോൾ ഫുഡ് ഡിപ്പാർട്ട്മെന്റ് 2016 ഞാൻ ചുമതല ഒഴിയുമ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ പ്രതിസന്ധി ഇന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് വലിയ വിഷയങ്ങളില്ലാതെ കൃത്യതയോടെ പൊതുവിതരണ രംഗത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഓണക്കാലം വരികയാണ്. അന്നത്തെ ഓണക്കാലത്ത് നിന്ന് ഇപ്പോൾ വളരെ പരിമിതമായ നിലയിലുള്ള ഓണപരിപാടികളാണ് കഴിഞ്ഞ 3-4 വർഷമായിട്ട് സപ്ലൈകോ നടത്തി വരുന്നത്. ഞാൻ എൻ്റെ റിവ്യൂ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ഞാൻ ഇതിന് ശേഷം ഹെഡ് ഓഫീസിൽ പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വളരെ മാറ്റം ഈ കഴിഞ്ഞ 10 വർഷത്തിൻ്റെ ഇടയിലുണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് വലിയ രീതിയിലുള്ള ഞെരുക്കത്തിലേക്ക് മാറി. ഈ ഞെരുക്കത്തിലേക്ക് മാറാനുണ്ടായ മെയിൻ റീസൺസിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ 2016-21 കാലയളവിൽ അന്നത്തെ ഗവൺമെന്റിന്റെ ഒരു നയമായിട്ട് 13 സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുകയില്ല എന്നൊരു തീരുമാനം ഗവൺമെന്റ് എടുക്കുകയും അങ്ങനെ 5 വർഷം ഒരേ വിലയിൽ വിൽപ്പന നടത്തുകയും ചെയ്തു. അത് വലിയ സാമ്പത്തിക ബാധ്യത കോർപ്പറേഷന് വരുത്തി വെച്ചു. അന്ന് ഗവൺമെന്റിന്റെ ഒരു പോളിസി നടത്തിയ സപ്ലൈകോയ്ക്ക് ഉണ്ടായ നഷ്ടം നികത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ടായിരുന്നു. എന്നാൽ അത് ചെയ്തില്ല എന്നുള്ളതാണ് പിന്നീട് ഉണ്ടായ പ്രതിസന്ധിക്ക് ഇടയാവാൻ കാരണം. ഞാൻ 2019-20 നിയമസഭയിൽ തന്നെ ഞാൻ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയിരുന്നു. സപ്ലൈകോയ്ക്ക് വലിയ നഷ്ടമുണ്ടാവുന്നു. അത് അതിനാവശ്യമായ സബ്സിഡി ഇനത്തിലുള്ള ഫണ്ട് ഗവൺമെന്റ് കൊടുക്കാതെ പോകുമ്പോൾ ഇത് മറ്റൊരു പ്രശ്നത്തിലേക്ക് ഈ വകുപ്പിനെ കൊണ്ടുവന്ന് എത്തിക്കും എന്ന നിലയിൽ പിന്നീട് അതിന്റെ നെഗറ്റീവ് ഇഫക്ട്സ് കണ്ടു തുടങ്ങിയത് ഈ 2022-23 വർഷങ്ങളിൽ എത്തിയപ്പോൾ അതിന്റെ മാർക്കറ്റ് ഇന്റർവെൻഷൻ വലിയ തോതിൽ കുറയുന്ന സാഹചര്യമാണ് സപ്ലൈകോയെ സംബന്ധിച്ച് ഉണ്ടായത്. അവിടെ പിന്നീട് ഓണ വിപണികൾ പരിമിതമാക്കി മറ്റ് ഫെസ്റ്റിവൽ കാലഘട്ടത്തിലുള്ള വിപണികളൊക്കെ ലിമിറ്റഡ് ആക്കി നിലയിലേക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ് അടക്കമുള്ള വിഷയങ്ങൾ ഉടലെടുത്ത സാഹചര്യങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞു. അപ്പൊ ഇനി റിവൈവ് ആവശ്യമാണ്. അതിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നെല്ല് സംഭരണത്തെ വിഷയം വെച്ച് മാധ്യമങ്ങൾ ഉൾപ്പെടെ പലപ്പോഴും ഒരുപാട് റിപ്പോർട്ട് ചെയ്ത ഒന്നാണ്. കർഷകരുടെ കുടിശ്ശിക വലിയ തോതിൽ ഉയർന്നു. 4 മാസത്തോളം കുടിശ്ശിക ഈ ഇനത്തിൽ വരേണ്ട ഒരു സാഹചര്യം കർഷകരെ സംബന്ധിച്ച് ഉണ്ടാവുന്നു എന്നത് ബാങ്കുകൾക്ക് നൽകാനുള്ള തുക, അതേപോലെ തന്നെ സപ്ലൈകോ തിരിച്ചു കൊടുക്കേണ്ട തുക അതേ നിലയിൽ അക്യുമുലേറ്റ് ചെയ്ത് വന്നടക്കം ഒരുപാട് പ്രതിസന്ധികൾ, മാർക്കറ്റ് ഇന്റർവെൻഷന് സപ്ലൈ ചെയ്തവർക്കുള്ള പൈസ കൊടുക്കാൻ കഴിയാത്ത അടക്കം പല തരത്തിലുള്ള വിഷയങ്ങൾ ഉടലെടുത്തിരിക്കുക. അപ്പൊ ഇതിനെല്ലാം നമുക്ക് മാറ്റിയെടുക്കണം. അപ്പൊ അതിൻ്റെ ഒരു പൂർണ്ണമായും ഈ ഡിപ്പാർട്ട്മെന്റിനെ റിവൈവ് ചെയ്തെടുക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അത് കൃത്യമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി സപ്ലൈകോയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഒരു കൃത്യമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ ഈ വിഷയത്തെ നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയണം. ഇപ്പൊ നമുക്ക് നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച്, പ്രധാന പ്രശ്നം ആദ്യമേ പറഞ്ഞു ഫിനാൻഷ്യൽ ആ ഒരു പ്രതിസന്ധി തന്നെയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ സപ്ലൈകോയെ കൊണ്ട് തന്നെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ കുറിച്ച് വിപുലപ്പെടുത്താൻ കഴിയുക. വലിയൊരു നെറ്റ്വർക്ക് ഓഫ് ചെയിൻ അവർക്കുണ്ട്. അപ്പൊ അത് ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കുക, അതിനകത്തുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുക. ഞാൻ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഒരു 2 ആഴ്ച മുമ്പ് ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഇവരെ വിളിച്ച് ഒരു ഡിസ്കഷൻ നടത്തുകയും അതനുസരിച്ച് ഒരു പദ്ധതി നിങ്ങൾ തയ്യാറാക്കണം. ഏത് രീതിയിൽ നമുക്ക് മാർക്കറ്റിലേക്ക് കടക്കാൻ കഴിയും, എങ്ങനെ സപ്ലൈകോയുടെ ഇൻകം സപ്ലൈകോ ആയാൽ തന്നെ വർദ്ധിപ്പിക്കാൻ സാധിക്കുക. ഗവൺമെന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും പരിമിതികൾ ധാരാളമുണ്ട് ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ. സപ്ലൈകോയിലൂടെ തന്നെ എങ്ങനെ അത് കുറച്ചുകൂടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയും എന്ന നിലയിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മീറ്റിംഗിൽ, ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള മീറ്റിംഗിൽ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യും. എന്തായാലും കംപ്ലീറ്റ് റിവൈവ് ചെയ്തെടുക്കുക എന്നത് ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പം തന്നെ പ്രധാനപ്പെട്ട സ്റ്റോറുകൾ, ഓരോ ജില്ലയില് ഓരോ സിഗ്നേച്ചർ സ്റ്റോഴ്സ് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു സിഗ്നേച്ചർ മാർട്ട് എന്ന നിലയിൽ കണക്കാക്കിക്കൊണ്ട് അത് സെലക്റ്റീവ് ആയിട്ടുള്ള പൈലറ്റായിട്ട് അത് ലക്ഷ്യം വെക്കുന്നുണ്ട്. കൺവീനിയൻസ് സ്റ്റോർ എന്ന പുതിയൊരു ആശയത്തെ
കൊണ്ടുവരാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിവിധ പദ്ധതികൾ മുന്നിലുണ്ട്. ശബരി പ്രൊഡക്ട്സ് കുറച്ചുകൂടെ വിപുലപ്പെടുത്തി മുന്നോട്ട് വെക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും പരിഗണനയിൽ മുമ്പോട്ട് എടുക്കുന്ന വിഷയങ്ങളാണ്. പിന്നീട് നമുക്ക് പൊതുവിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അലോട്ട്മെന്റ്സിനെ സംബന്ധിച്ച ഒരു കണക്ക് അതിന് എടുക്കുന്നുണ്ട്. അത് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഇക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കെറസിന്റെ മണ്ണെണ്ണയുടെ അലോട്ട്മെന്റ് 3 മാസം കൂടുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റിന് ലഭിക്കുന്നത്. അത് വർദ്ധിപ്പിച്ച് കിട്ടുമോ എന്നുള്ള വിഷയങ്ങൾ അത് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഡിസ്കഷനിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് റേഷൻ വ്യാപാരികളുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ചില പ്രതിസന്ധികൾ അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളത് അഡ്രസ്സ് ചെയ്ത് തന്നെ ഞങ്ങൾ പോവുകയുള്ളൂ. എന്തായാലും മാർക്കറ്റ് ഇടപെടൽ കൂടുതൽ വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് നീങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സപ്ലൈകോയിലൂടെ തന്നെ കൂടുതൽ വരുമാനം അവരിലേക്ക് തന്നെ എത്തിക്കാൻ കഴിയുന്ന പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും. പിന്നെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരാൻ പോകുന്നത് ഓണക്കാലമാണ്. ഓണക്കാലത്ത് സപ്ലൈകോയുടെ ഓണച്ചന്തകൾ വിപുലമായ നിലയിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിൻ്റെ എത്രമാത്രം ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ വരുമെന്നുള്ളത് ഇന്നത്തെ മീറ്റിംഗിൽ വെക്കും. എന്തായാലും ആദ്യത്തെ ഭാഗമായിട്ട് ട്രേഡ് ഫെയറുകൾ എന്ന നിലയിൽ ഓണച്ചന്തകൾ പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും നടത്താനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അത് വിപുലമായ നിലയിൽ ട്രേഡ് ഫെയർസ് നിലയിലാണ്. അത് ഓണത്തിന്റെ സബ്സിഡി സാധനങ്ങൾ മാത്രമല്ല, മറ്റ് FMCG പ്രൊഡക്ട്സും മറ്റ് കമ്പനികൾക്കും ഒക്കെ സ്പേസ് കൊടുത്തുകൊണ്ടുള്ള വിപുലമായ ആശയം എന്ന നിലയിൽ ഇപ്രാവശ്യത്തെ ഓണത്തിന് 3 മെട്രോ കേന്ദ്രങ്ങളിൽ ട്രേഡ് ഫെയറുകൾ ആരംഭിക്കുക എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഓണത്തിന് ഒരു 20 days ബിഫോർ ആരംഭിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നീട് സാധാരണയുള്ള ജില്ലാ ഫെയറുകൾ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും നിർബന്ധമായിട്ടും ഇത്തവണയും ഉണ്ടാവും. താലൂക്ക് തലത്തിലും ഒപ്പം തന്നെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലുള്ള സ്പെഷ്യൽ ഫെയറുകളും നടത്താൻ വേണ്ടി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓണക്കാലത്ത് തീർച്ചയായിട്ടും വിപണി നിയന്ത്രിച്ച് നിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ മുമ്പിലുള്ള ഒരു മാറ്റർ. അതിനനുസരിച്ചുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. പിന്നെ മുൻഗണനാ വിഭാഗങ്ങൾക്ക്, അതായത് അർഹതപ്പെട്ട എല്ലാവർക്കും റേഷൻ കാർഡുകൾ ലഭ്യമാക്കാനുള്ള ഡ്രൈവ് ഞങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. പ്രയോറിറ്റി റേഷൻ കാർഡുകൾ അർഹതപ്പെട്ട ഒരുപാട് പേർക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ള പരാതി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. പ്രയോറിറ്റി ആയിട്ട് ലഭിക്കേണ്ടവർക്കുള്ള റേഷൻ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് പ്രത്യേക ഡ്രൈവ് അതിനുവേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ ഈ വാതിൽപ്പടി വിതരണം, അതായത് കിടപ്പ് രോഗികൾ അടക്കമുള്ളവർക്ക് വാതിൽപ്പടി വിതരണം നടപ്പിലാക്കണം എന്നൊരു ലക്ഷ്യം UDF-നെ സംബന്ധിച്ചുണ്ട്. അതും ഞങ്ങളുടെ ഒരു കർമ്മ പദ്ധതിയിൽ പെടുത്തിയിട്ടുള്ള ഒന്നാണ്. അതായത് റേഷൻ കടയിൽ വന്ന് വാങ്ങാൻ കഴിയാതെ പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഭവനങ്ങളിൽ ഇത് എത്തിക്കാൻ കഴിയുന്ന റേഷൻ സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്ന ഒരു നടപടി സ്വീകരിക്കാനും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. പൊതുവായ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് പ്രധാനപ്പെട്ട 1-2 ആശയങ്ങളാണ് ഞാനിപ്പോൾ പങ്കുവെച്ചത്. അല്ല, അവരുടെ കുറേ പരാതികൾ അവർ പറഞ്ഞിട്ടുണ്ട്. അവരതിൻ്റെ കിഴിവിനെ സംബന്ധിച്ചും അവരുടെ മറ്റ് ചാർജുകളെ സംബന്ധിച്ചുമൊക്കെ ഉള്ള വിഷയങ്ങൾ അവർ ഡീറ്റെയിൽ ഡിസ്കഷൻസ് അടുത്ത ആഴ്ചത്തേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ സംഭരണം നടത്തി മുമ്പോട്ട് പോവുകയാണ്. ഇപ്പം പറഞ്ഞ താൽക്കാലികമായ വിഷയങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അവരുമായിട്ട് ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്. അവരുടെ പൊതുവായ എല്ലാ കാര്യങ്ങളും കേട്ട് അതിനകത്ത് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആസ് ഓഫ് നൗ LPG-യിലെ ഡിസ്ട്രിബ്യൂഷൻ കുഴപ്പമില്ലാത്ത നിലയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ബന്ധപ്പെട്ട ഓയിൽ കമ്പനി അധികൃതരുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരതിനകത്ത് ഇപ്പോൾ അവർക്ക് ഡൊമസ്റ്റിക് ആണെങ്കിലും കമേഴ്ഷ്യൽ ആണെങ്കിലുമുള്ള LPG സിലിണ്ടേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അവർക്ക് പ്രതിസന്ധി ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതായത് അവൈലബിലിറ്റിയെ സംബന്ധിച്ച്. പിന്നീട് ഇപ്പോൾ ഇവിടെ പറഞ്ഞ വിഷയം മറ്റൊന്നാണ്. ഇതിൻ്റെ അകത്ത് വിലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ്. അത് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് വിൽപ്പന വില അവിടെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. അത് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് പരിശോധിക്കും. മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് പരിശോധിച്ചതിനകത്ത് ഇടപെടാം. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഗ്രേഡിംഗ് സിസ്റ്റത്തെ സംബന്ധിച്ചും ഉള്ള ഒരു ഡിസ്കഷൻ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ അകത്ത് അവർ ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് നോക്കണം. ഈ
വില നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ച് നേരത്തെ ഞങ്ങളുടെ ഗവൺമെന്റ് സമയത്തും ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നതാണ്. പക്ഷെ മാറി വന്ന ഗവൺമെന്റ് അത് തുടർന്നെടുത്തില്ല. അവർ പുതിയൊരു സിസ്റ്റമാണ് കൊണ്ടുവന്നത്, ഗ്രേഡിംഗ് സിസ്റ്റമാണ് അവർ കൊണ്ടുവന്നത്. അതും ഈ പറയുന്ന പോലെ ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുകയാണ്. എനിവേ അതിലേക്ക് ഞങ്ങൾ ഇടപെടാം. ഇപ്പോൾ ആസ് ഓഫ് നൗ ഹോട്ടലുകളിലെ വിൽപ്പന വില എങ്ങനെ ആയിരിക്കണം, അത് ഒരു വിലയുണ്ടെങ്കിൽ ആ വില അവിടെ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. അവർ വിൽപ്പന വില പ്രദർശിപ്പിക്കണം. അത് തന്നെ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് തോന്നുംപടി വിലയല്ല, പറയുന്ന വില തന്നെ വാങ്ങുന്നത്. അതായത് എയുടെ നിന്നും ബിയുടെ നിന്നും സിയുടെ നിന്നും 3 വില വാങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പരിശോധനകൾ ഉണ്ടാവും, തുടർന്നും ഉണ്ടാവും. അത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അക്കാര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ കേന്ദ്രീകൃതമായി നടത്തുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അത് തദ്ദേശ സ്ഥാപനങ്ങളും അത് ഏകീകരിച്ചാണ് നീങ്ങുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് കേന്ദ്രീകൃതമായി നോക്കാനും പരിശോധന നടത്താനും പഞ്ചായത്തുകളെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പുമായി കേന്ദ്രീകരിച്ച് നടത്തുന്നു. ഫുഡ് സേഫ്റ്റി പ്രത്യേക ഡ്രൈവ് അക്കാര്യത്തിൽ നടത്തുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് അറിയാനും കഴിഞ്ഞത്. അതിനകത്ത് ഈ കർഷകരെ സമ്മർദ്ദത്തിലാഴ്ത്തി വില കിഴിവെടുത്ത് സംഭരിക്കുന്നു എന്നുള്ള വിഷയമാണ്. ആ പരാതി വന്നിട്ടുള്ള ഒന്നാണ്. എന്നെ തന്നെ പല കർഷകരും നേരിട്ട് വിളിച്ചു, വിവിധ സമിതികൾ വിളിപ്പിച്ചിരുന്നു. എന്തായാലും അതിന് അങ്ങനെയുള്ള ഒരു ചൂഷണം ഉണ്ടാവാതിരിക്കുക എന്നുള്ള ലക്ഷ്യം വെക്കുന്നുണ്ട്. ഈ സംഭരണം തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്ന അതിനു വേണ്ടിയാണല്ലോ. കൃത്യമായ കർഷകരിൽ നിന്നത് സംഭരിച്ചെടുക്കാൻ, അവർക്ക് വില ടൈം ബൗണ്ടായിട്ട് അവർക്ക് കിട്ടാനും വേണ്ടിയാണ് ഈ സിസ്റ്റം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഈ പരാതി വളരെ വ്യാപകമാണ്. അങ്ങനെയുള്ള ഇഷ്യൂസ് പോയിന്റ് ഔട്ട് ചെയ്ത് അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പൊ ഞങ്ങള് ചുമതലയേറ്റതിന് ശേഷം ചെയ്ത പ്രധാനപ്പെട്ട ഒന്ന്, ഇപ്പൊ സംഭരിക്കാൻ ബാക്കിയുള്ള എവിടെയെങ്കിലും പാടശേഖരങ്ങൾ കൊയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് ആദ്യം കൊടുത്തത്. സംഭരണം ഏതാണ്ടൊക്കെ പൂർത്തിയാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വില ലഭ്യമാക്കാൻ വേണ്ടിയുള്ളതാണ്. വില ലഭ്യമാക്കാൻ വേണ്ടി SBI, കാനറ ബാങ്ക് അടക്കമുള്ള ബാങ്കുകളുടെ കൺസോർഷ്യവുമായി ബന്ധപ്പെട്ട് അവരുടെ ഡിസ്കഷൻസ് നടത്തി അവർ ലോൺ എൻഹാൻസ്മെന്റിനുള്ള അനുമതി സപ്ലൈകോയ്ക്ക് നൽകി. അതനുസരിച്ച് ഇപ്പൊ പൈസ ഡിസ്പേഴ്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ വന്നിരുന്ന പ്രൈമറി സംഘങ്ങളെ, സംഭരണത്തിന് വെച്ച പ്രൈമറി സംഘങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കി അത് സപ്ലൈകോയെ തന്നെ പൂർണ്ണമായും ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പാലക്കാട് ജില്ലയിൽ പ്രൈമറി സംഘങ്ങളെ ഏൽപ്പിച്ചപ്പോൾ അത് എഫക്റ്റീവ് ആവും എന്ന നിലയിലാണ് കണക്കാക്കിയിരുന്നെങ്കിലും അത് ഒട്ടും തന്നെ സക്സസ്ഫുൾ ആയില്ല എന്ന് മാത്രമല്ല, കർഷകരെ സംബന്ധിച്ച് അത് ഇരട്ടി ദുരിതവും ഉണ്ടാക്കുകയും ചെയ്തു. പൈസയും കിട്ടുന്നില്ല, സംഭരണവും നടക്കുന്നില്ല. പാസോഫിനോ തിരിച്ച് സപ്ലൈകോയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ സിസ്റ്റം തന്നെ ഞങ്ങൾ അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ പറഞ്ഞ സപ്ലൈകോ തന്നെ സംഭരിക്കുകയും പൈസ കൊടുക്കുകയും ചെയ്തു. നേരത്തെ പ്രൈമറി സംഘങ്ങളെ കഴിഞ്ഞ ഗവൺമെന്റ് ഏൽപ്പിച്ചിരുന്നെങ്കിലും അവർ സംഭരണം നടത്തുന്നുണ്ടായിരുന്നില്ല, പൈസ മാത്രം ഡിസ്പേഴ്സ് ചെയ്യാനായിരുന്നു പറഞ്ഞു. അവരോട് രണ്ടും എന്ന നിലയിലായിരുന്നു അന്നത്തെ ഗവൺമെന്റ് പറഞ്ഞിരുന്നത്. പക്ഷെ സംഭരണം അപ്പോൾ സപ്ലൈകോ നടത്തും, പൈസ വിതരണം സംഘങ്ങൾ നടത്തുമെന്ന് പറഞ്ഞു. പക്ഷെ അത് നടത്താൻ അവർ കഴിഞ്ഞ അതിനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഈ സംഘങ്ങൾക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവർ കേരള ബാങ്കിനെ ആശ്രയിച്ചാണ് നിന്നത്. കേരള ബാങ്കിന് മറ്റുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവരും ബാക്കി പൈസ സംഘങ്ങൾ കൊടുക്കാതെ വരികയും ഒക്കെ ചെയ്തതനുസരിച്ച് യാതൊരു കംപ്ലീറ്റ്ലി സ്റ്റാഗ്നന്റ് ആയിപ്പോയി. ഇപ്പൊ ഞങ്ങളത് മാറ്റി തിരിച്ച് സപ്ലൈകോ ഏൽപ്പിച്ചു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, കാനറ ബാങ്ക്, SBI അടക്കമുള്ള ബാങ്കുകളുമായിട്ട് അവർക്ക് ലോൺ എൻഹാൻസ്മെന്റ് അനുമതിയും കൊടുത്തതനുസരിച്ച് പൈസ ഡിസ്പേഴ്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. SBI ആയിട്ടുള്ള എഗ്രിമെന്റ് കാനറ ബാങ്കായിട്ട് പുതുക്കി വെച്ചു. SBI ആയിട്ടുള്ള എഗ്രിമെന്റ് ഇന്നലെ നാളെ അവർ ഒപ്പിടും. അതനുസരിച്ച് അവരുടെ അക്കൗണ്ടിലൂടെയുള്ള പൈസ ഈ പെട്ട കർഷകരിലേക്ക് എത്തിക്കും. അപ്പൊ രണ്ട് കാര്യം, ഒന്ന് ചൂഷണം ഒഴിവാക്കാനുള്ള നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അത് മില്ലുകാരെയും കൂടി വിളിപ്പിച്ച് അവരുമായിട്ടും ഡിസ്കസ് ചെയ്ത് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നയം. അതുകൊണ്ട് അതിനനുസരിച്ച് തന്നെയുള്ള നടപടികൾ സ്വീകരിക്കും. അത് അവരും മില്ലുകാരെയും കൂടി വിളിപ്പിച്ചിരുത്തി ഡിസ്കസ് ചെയ്ത് ഓരോ ഡിസ്ട്രിക്ട് വൈസ് അത് കളക്ടേഴ്സിന്റെ നേതൃത്വത്തിൽ അത് ഏകോപിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടാകും അടുത്ത സീസൺ മുതൽ. പിന്നീട് വില എത്രയും വേഗം കർഷകരിലേക്ക് എത്തിക്കാനുള്ള നടപടിയും അതിനോടനുബന്ധമായി തന്നെ എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. NFSAയുടെ കാര്യമില്ലേ ചോദിച്ചാൽ, NFSA തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനം കഴിഞ്ഞ 2-ാം മാസം എടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് മുതൽ നടപ്പിലാക്കണം എന്നുള്ളതാണ്. ആ ഫയൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. അതിന്റെ ഡിസ്കഷൻസ് വരുന്ന ആഴ്ച ഞാൻ നടത്താനിരിക്കുകയാണ്. അതെന്താണെങ്കിലും തിരിച്ച് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വഴി തന്നെ കൊണ്ടുപോകാന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം 316 ജീവനക്കാരാണ് സപ്ലൈകോയിൽ ഇതിനു വേണ്ടി ലഭ്യമായിരിക്കുന്നത്. NFSA പ്രകാരമുള്ള വിതരണം ഡിപ്പാർട്ട്മെന്റ് വഴി തന്നെ മുമ്പോട്ട് പോകുന്നതാണ് ബെറ്റർ എന്ന നിലയിൽ തന്നെയാണ് കണക്കാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിനെ സംബന്ധിച്ച് വിശദമായ ഒരു ഡിസ്കഷൻസ് വരുന്ന വീക്കിൽ നടത്തും. ഓഗസ്റ്റ് മുതൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആസ് ഓഫ് നൗ അങ്ങനെ തന്നെ ഓഗസ്റ്റ് മുതൽ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഗവൺമെന്റ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റമോ പുനഃക്രമീകരണമോ വേണോ എന്നതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ചയ്ക്ക് ശേഷം ഞാനത് അറിയിക്കാം. പല സംഘടനക്കാരും അവർ വന്ന് എന്നെ കണ്ടു. അവരുമായിട്ട് ഇൻഡിവിജ്വലായിട്ടാണ് അവർ വന്നത്.
അവരെ കോമൺ ആയിട്ടുള്ള ചർച്ചയ്ക്ക് ഞങ്ങൾ അവരെ വിളിക്കും. അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതിലേക്ക് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഒരു കംപ്ലൈന്റുകൾ. ഒന്ന് 25% കഴിഞ്ഞ സർക്കാർ പറഞ്ഞിരുന്നു, പക്ഷെ 17% വർദ്ധിപ്പിച്ചുള്ളൂ തുടങ്ങിയ വിഷയങ്ങളാണ് അവർ പറയുന്നത്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ അന്വേഷിച്ചപ്പോൾ 25% ഉറപ്പ് നൽകിയിട്ടില്ല, 21% എന്നാണ് കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞതെന്നൊക്കെയാണ് ഇവർ പറയുന്നതും ഉദ്യോഗസ്ഥർ പറയുന്നതും തമ്മിൽ കോൺട്രാഡിക്ടറി ആണ്. എന്തായാലും അവരെ ഈ പറയുന്ന പോലെ അവരും വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നവരാണ്, റേഷൻ മേഖലയിൽ നിൽക്കുന്ന വ്യാപാരികളാണ്. അവരുടെ വിഷയം അനുഭവപൂർവ്വം തന്നെ ഞങ്ങൾ അതിലേക്ക് സമീപിക്കും. അങ്ങനെ ഒരു മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യമുള്ളവരല്ലോ റേഷൻ കടക്കാർ. അവരെ ഈ പറയുന്ന പോലെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം. നമുക്ക് ട്രാൻസ്പെറൻസി എല്ലാ കാര്യങ്ങളിലുമാണ്, സുതാര്യമായ നിലയിലുള്ള വിതരണം ഉണ്ടാവുക എന്നത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, UDF സർക്കാർ ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ്. അവിടെ റേഷൻ കടക്കാരുടെ വിഷയങ്ങൾ പരിഹരിച്ചതിനൊപ്പം ഇപ്പൊ KTPDS ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. ഞാനത് ഓരോന്നായിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇടപെടാൻ കഴിയുന്ന മാക്സിമം കാര്യങ്ങൾ ഞങ്ങൾ ഇടപെട്ട് അത് പരിഹരിക്കും. അവരുടെ ഇത് വർദ്ധിപ്പിക്കുന്ന കാര്യവും അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കും. ഇത് സംഭരണ കേന്ദ്രങ്ങളൊക്കെ പ്രാദേശികമായിട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊക്കെ നോക്കേണ്ട ഒന്നാണ്. ഈ പാലക്കാട് സഹകരണ സംഘങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ലക്ഷ്യം വെച്ച ഒരു കാര്യങ്ങളൊന്നും ഇതായിരുന്നു, ഇങ്ങനെ ഒരു പ്രശ്നമില്ലാതെ അവർ തന്നെ എടുക്കട്ടെ എന്നൊന്നില്ല. പക്ഷെ അത് പാളിപ്പോയി, നടന്നില്ല. ഇവിടെ ഇപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഞാൻ അതുകൊണ്ടാണ് ആദ്യം ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, ഇപ്പൊ എടുക്കുന്നത് സപ്ലൈകോയാണ്, അത് എടുക്കുന്ന മില്ലേഴ്സ് ആണ് അത് എടുക്കേണ്ടത്. അവരെ കൊണ്ട് കൃത്യമായി ഇത് എടുപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യം. അവിടെ കളക്ടേഴ്സ് വഴി കോർഡിനേറ്റ് ചെയ്ത് ഇത് എടുക്കാനുള്ള നടപടി. ഇപ്പൊ നേരത്തെ ഞാൻ ഈ വകുപ്പിന് ചുമതല ഉണ്ടായിരുന്നപ്പോൾ ഈ വിഷയങ്ങൾ പ്രതിസന്ധി ഉണ്ടാവാത്ത നിലയിൽ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടാവുമായിരുന്നെങ്കിൽ പോലും വലിയ പ്രതിസന്ധി, ഇത് ഇന്ന് കാണുന്ന പോലുള്ള പ്രതിസന്ധി ഉണ്ടാവാതെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. ആ ഒരു മോഡിൽ തന്നെ കൊണ്ടുവന്ന് ഒരു കളക്ടേഴ്സിന്റെ മേൽനോട്ടത്തിൽ തന്നെ ഈ സംഭരണം കൃത്യമായ നിലയിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ സൂചിപ്പിച്ചത്, കർഷകരുടെ വിഷയങ്ങൾക്ക് തന്നെ മുൻഗണനയും പ്രയോറിറ്റിയും കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു പൂളിംഗ് സിസ്റ്റം, അതിന്റെ സാധ്യതകൾ തീർച്ചയായിട്ടും പരിശോധിക്കാം. പൂളിംഗ് സിസ്റ്റത്തിന് സാധ്യതകൾ എത്രമാത്രമാണ് എന്നതിനെ സംബന്ധിച്ച് അവിടെ എല്ലാ ടെൻഡർ സിസ്റ്റത്തിലൂടെയാണ് ഈ സാധനങ്ങളെല്ലാം ഇപ്പൊ അവർ പ്രൊക്യൂർ ചെയ്യുന്നത്. ക്വാളിറ്റിയെ സംബന്ധിച്ചുള്ള പരാതികൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് വന്നിരുന്നു. അപ്പോൾ അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താനുള്ള നടപടികൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും. അതിൻ്റെ നമുക്ക് ഉൽപ്പന്നങ്ങൾക്ക് നിലവാരം ഉണ്ടാവുക എന്നത് ആവശ്യമാണ്. അപ്പം ക്വാളിറ്റി ഉറപ്പുവരുത്താനുള്ള നടപടികൾ തീർച്ചയായിട്ടും സ്വീകരിക്കും. ക്വാളിറ്റി പരിശോധനയെ സംബന്ധിച്ച് എല്ലാ ക്വാർട്ടർലിയും ഒരു റിവ്യൂ നടത്താനും കൂടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവരുടെ ക്വാളിറ്റി അസസ്മെന്റ് എങ്ങനെയാണെന്ന് സംബന്ധിച്ച് റിവ്യൂ നടത്താനും കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനകത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള കുറെ നിയമനങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതിനകത്ത് രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് വെക്കുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും അതിനെ സംബന്ധിച്ച് ഏതൊക്കെ ഔട്ട്ലെറ്റ്സിലാണ് ആൾക്കാർ നിൽക്കുന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ നിലയിൽ റിപ്പോർട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് സപ്ലൈകോ ഞാൻ വെച്ച സമയത്ത് സ്റ്റാഫ് സ്ട്രെങ്ത് പുനഃക്രമീകരിക്കണം എന്നൊരു ആവശ്യം അവർ വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സെയിൽസിനനുസരിച്ച്. അപ്പൊ സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിലും ആവശ്യമുള്ള സ്റ്റാഫിനെ വെക്കും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒന്ന് ജോലി സംബന്ധമായ ആൾക്കാർ വെക്കുന്നത്, രണ്ട് ഈ വെക്കുന്നവരെ മാനേജ് ചെയ്യാൻ സപ്ലൈകോയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വലിയ ഫൈനാൻഷ്യൽ ബർഡൻ വരുന്നു, ഏതാണ്ട് 9 കോടി രൂപയോളം വേണ്ടി വരുന്നു ഈ ഇതുപോലുള്ള താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ എന്ന നിലയിലാണ് MD എന്നോട് പറഞ്ഞത്. അപ്പൊ അതിൻ്റെ അകത്ത് പല ഔട്ട്ലെറ്റ്സിനും സെയിൽസ് ഇല്ലാത്ത സ്ഥലങ്ങളിലും എക്സസ് സ്റ്റാഫ് ഉണ്ട്. അതിൻ്റെ ഒരു പുനഃക്രമീകരണം ആവശ്യമായിട്ട് വരും. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് സെയിൽസിനനുസരിച്ച് ഇപ്പോഴുള്ള സ്റ്റാഫുകളുടെ പുനഃക്രമീകരണം, അതനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ മെഡിക്കൽ സ്റ്റോറുകളിൽ ഞാൻ കണക്കെടുത്തു. മെഡിക്കൽ സ്റ്റോറുകൾ എവിടെയെങ്കിലും നഷ്ടമായിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ സപ്ലൈകോയുടെ മെഡിക്കൽ സ്റ്റോറുകൾ നഷ്ടമായ ഒരു കണക്കാണ് കഴിഞ്ഞ കാലം കിട്ടിയത്. എപ്പോഴും മെഡിക്കൽ സ്റ്റോറുകൾ നടന്നു പോകുന്ന ഒരു മേഖലയാണ്. പക്ഷെ സപ്ലൈകോയുടെ മെഡിക്കൽ സ്റ്റോർ കഴിഞ്ഞ 6-7 വർഷത്തിനിടയ്ക്ക് പല സ്റ്റോറുകളും പൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, അവിടെ വിൽപ്പന രീതി, അതിന്റെ മരുന്നുകളുടെ ലഭ്യതയുടെ കുറവാണോ അതൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും സ്റ്റോറുകൾ പൂട്ടിക്കൊണ്ട് പോകാന്നുള്ള നയം ഞങ്ങൾക്കുണ്ടാവുകയില്ല. പിന്നെ പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നിലവിലുള്ള സ്റ്റോറുകൾ ഇനി പൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ അവരേതെങ്കിലും തീരെ നഷ്ടമുള്ളത് എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇവരുടെ വിൽപ്പന രീതികൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ലാഭകരമാക്കി എടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റണ്ണിങ് ആക്കി എടുക്കാനെങ്കിലും കഴിയുമല്ലോ. അപ്പോൾ
അപ്പോൾ അതെന്താ ഞാൻ പറഞ്ഞല്ലോ, ഒരു ലോങ് ടേം പ്രോസസ്സ് വേണം. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡാമേജ് മാറ്റാൻ ഒരു നീണ്ടകാല പദ്ധതി ആവശ്യം, ഒരു ലോങ് ടേം പ്രോസസ്സ് തന്നെ വേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ ഒരു 1 to 3 days കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്ന അല്ല ഇപ്പോൾ സപ്ലൈകോയിൽ കാണുന്ന പ്രതിസന്ധി. ഈ പറയുന്ന കാര്യം അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ പറയുന്ന പോലെ എല്ലാ സാധ്യതകളും നോക്കിയൊക്കെയല്ലേ ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്തായാലും കൂടുതൽ സ്റ്റോറുകൾ അടച്ചിടുക എന്നുള്ള അല്ലെങ്കിൽ അടച്ചു കളയുക എന്നുള്ള സമീപനം ഞങ്ങൾക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പുതിയ സ്ട്രാറ്റജീസ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ ഒരു ആശയം, ഈ കൺവീനിയൻസ് സ്റ്റോർ എന്ന് പറഞ്ഞ പദ്ധതി നമുക്ക് ആരംഭിക്കാൻ കഴിയുക. അതൊക്കെ 24/7 9 തൊട്ട് 5 വരെയുള്ള യൂഷ്വൽ ബിസിനസ് അവേഴ്സ് അല്ല, അല്ലെങ്കിൽ 8 മണി വരെയുള്ള അല്ല, 24/7 അങ്ങനെയുള്ള കൺവീനിയൻസ് സ്റ്റോഴ്സ് ഒക്കെ ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്തകൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാർക്കറ്റാണ് നമുക്ക് ഇനി എടുക്കേണ്ടതായിട്ടുള്ളത്. പുതിയ വീക്ഷണമുള്ള തലമുറകളുണ്ട്, അവരെയൊക്കെ അട്രാക്ട് ചെയ്യാൻ കൂടി കഴിയണം. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ 13 സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്തായിരുന്നു, ഞങ്ങള് UDF സമയത്താണ് വെളിച്ചെണ്ണ ഉൾപ്പെടെ അതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയത് 2013 ഞാൻ ഓർക്കുന്നത്. എന്തായാലും അതിൻ്റെ അകത്ത് ഇപ്പോൾ 13 സബ്സിഡി സാധനങ്ങൾ കൊടുത്തു പോകുന്നുണ്ട്. അതിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ മാറ്റണോ വേണ്ടോ എന്നുള്ളത് ശേഷം ആലോചനയ്ക്ക് ശേഷം പറയാവുന്ന ഒന്നാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ 13 സബ്സിഡി സാധനങ്ങൾ തുടർന്ന് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. അതിന് മാറ്റം ഉണ്ടാവാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അതാണ് ആദ്യമേ സൂചിപ്പിച്ചത്, 24/7 ഒരു വിൽപ്പന രീതിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഓൺലൈൻ സാധ്യതകളും തീർച്ചയായിട്ടും അനിവാര്യമായ ഒന്നാണ്. ഇപ്പൊ അങ്ങനെയുള്ള മേഖലയാണല്ലോ കൂടുതലും ഉള്ളത്. ഇപ്പൊ സാധാരണ നമ്മുടെ കടകളിലൊക്കെ വിൽപ്പനയ്ക്കും ഇതൊരു പ്രധാന ഘടകമാണ്. ആൾക്കാർ അവരുടെ സൗകര്യമാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത്. അതിനെ കുറിച്ചും ആലോചിക്കും, തീർച്ചയായിട്ടും ആലോചിക്കും. ഞാനിപ്പോൾ പറഞ്ഞത് അതുകൊണ്ടാണ്, മാറിയ ലോക വീക്ഷണത്തിനനുസരിച്ച് നമ്മുടെ ഔട്ട്ലെറ്റ്സും മാറ്റിയെടുക്കേണ്ടതായിട്ട്. ഇതൊരു വലിയ കൺവെൻഷണൽ രീതിയിലാണ് പോകുന്നത്. പിന്നെ ഇതിനൊക്കെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത്. പക്ഷെ നമുക്ക് മറികടക്കാൻ കഴിയും. ഇത് ചാർജ് തന്നെ ഓവറോൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ഓരോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ്സിന് ചുമതല അതായത് മന്ത്രിമാർക്ക് തന്നെയാണല്ലോ. ചാർജ് ഉള്ളതുകൊണ്ട് അവിടെ എല്ലാ കാര്യത്തിലും അങ്ങനെ വരുന്നില്ല. എനിവേ ഈ കാര്യത്തില് വന്യജീവി ആക്രമണങ്ങൾ തടയിടുക എന്നത് ആവശ്യമായ ഒന്ന് തന്നെയാണ്. അതാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. മനുഷ്യന്റെ ജീവനും സ്വത്തിനും തന്നെയാണ് ഏറ്റവും പരമപ്രാധാന്യം ഞങ്ങൾ കൊടുക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. വന്യജീവി ആക്രമണങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ്. അതെന്തായാലും അത് പരിഹരിച്ചെടുക്കാനുള്ള നടപടികൾ എടുക്കും. അത് ഗവൺമെന്റ് അക്കാര്യത്തിൽ വളരെ കൃത്യതയോടെ ഒരു ഇടപെടൽ നടത്തുന്ന ഒരു മേഖല തന്നെയായിരിക്കും. അത് മിനിസ്റ്റർ അക്കാര്യത്തിൽ വളരെ സജീവമായി തന്നെ അതിൽ മുമ്പോട്ട് പോകുന്നുണ്ട്, ഫോറസ്റ്റ് മിനിസ്റ്റർ. അല്ലാതെ UDF പൊതു തീരുമാനം ഞങ്ങൾ UDF വേദികളിൽ ഉണ്ടാവും. ഇപ്പൊ അതിൻ്റെ അകത്ത് ഓൾറെഡി ഇതിൻ്റെ അകത്ത് എഗ്രിമെന്റിൽ വെച്ചത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്താണ്. അതിൻ്റെ അകത്ത് മിനിസ്റ്റർ തന്നെ പറയുകയും ചെയ്തു, അവരതിൻ്റെ ഫണ്ട് ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ അകത്ത് നയപരമായ എന്തെങ്കിലും മാറ്റം വേണോ വേണ്ടോ എന്നുള്ളത് UDF കൂടി ആലോചിക്കും. ആദരണീയനായ മിനിസ്റ്റർ ശ്രീ അനൂപ് ജേക്കബ്, പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ച് എറണാകുളത്ത് സ്വന്തം നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു മന്ത്രി എന്ന് വേണമെങ്കിൽ അനൂപ് ജേക്കബിനെ വിശേഷിപ്പിക്കാം. ഈ മീറ്റ് ദ പ്രസ് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഇത്തരമൊരു പരിപാടി ആദ്യം എറണാകുളത്ത് തന്നെ വെച്ച് നടത്തേണ്ടത് എൻ്റെ കൂടി ഒരു ആഗ്രഹമാണ് എന്ന് ഇങ്ങോട്ട് പറയും. ഇന്നലെ രാത്രി സത്യത്തിൽ 13-ന് തീരുമാനിച്ച മീറ്റ് ദ പ്രസ് ആയിരുന്നു. ഇന്നലെ അദ്ദേഹം രാത്രി ഒരു 9:45 വിളിച്ചത് ഇന്നേക്ക് മാറ്റണമെന്ന് പറഞ്ഞത്. എന്തായാലും നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ അനൂപ് ജേക്കബിന് പ്രത്യേകം ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെയും നമ്മളെ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. മറ്റൊന്ന്, ഏറ്റവും ഞാൻ പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണ് അനൂപ് ജേക്കബ് വരുന്നത്. ഒരു പാർലമെന്റേറിയൻ, ജനപ്രതിനിധി, നേതാവ് എന്നൊക്കെ ഉള്ള നിലയിൽ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ തലയെടുപ്പുള്ള വലിയൊരു നേതാവിൻ്റെ മകനാണ്. കർഷകർക്കൊപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്ന ഒരു യുവജന നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എറണാകുളം പ്രസ് ക്ലബിൻ്റെയും നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ഒക്കെ പ്രശ്നങ്ങളിൽ എപ്പോഴും അനൂപ് ജേക്കബിൻ്റെ ഒരു ശ്രദ്ധയും കരുതലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഓണം വരാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും ഓണക്കിറ്റൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ സപ്ലൈകോയുടെ മന്ത്രി അല്ലെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ ആദ്യ ഓണക്കിറ്റിന് ഉള്ള ഒരു ചുമതല, ഉത്തരവാദിത്വം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. എറണാകുളം പ്രസ് ക്ലബിൻ്റെ ഒരു ചെറിയ ഒരു ഉപഹാരം, ഒരു ആദരവ് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്.
ഇനിയും ഇടയ്ക്കിടയ്ക്ക് എറണാകുളം വരാൻ സാധിക്കട്ടെ.